ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂട്. യേശുവിശേഷം സ്തുതിയാകട്ടെ. എല്ലാവർക്കും ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ആഗമന കാലത്തിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള അതില്ലാത്ത സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പുൽക്കൂട്ടിലെ പൂജാതനായ ഉണ്ണിയേശു. ഈ 2024 ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ഉണ്ണിയേശു നൽകുന്ന രക്ഷ സ്വീകരിക്കാനായി നമ്മൾ എത്രമാത്രം ഒരുങ്ങി കഴിഞ്ഞു എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. പാപത്തിന്റെ മാലിന്യങ്ങൾ എല്ലാം കഴുകിക്കളഞ്ഞു പ്രാർത്ഥനയിലും പ്രവൃത്തികളും കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള പുൽക്കൂടാക്കി നമുക്ക് മാറ്റാം. അതിനായി ഉണ്ണീശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുഹൃത്ത് ജപം: ലോകരക്ഷകനായ ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.